ഹലോ ഫ്രണ്ട്സ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൻ്റെ നമുക്ക് നേരത്തെ തരാൻ വെച്ച അപ്ഡേറ്റൊക്കെ ഡേറ്റ് മാറിപ്പോയ അപ്ഡേറ്റ് ആണെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഗോട്ട് മൂവിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവം അത് ഫേക്കാണോ എന്ന് നോക്കാം. അപ്പോൾ സമയമൊന്നും നോക്കാതെ നേരെ വീഡിയോട്ട് പോകാം. ഗോട്ട് മൂവിയുടെ ഷൂട്ടിംഗ് മെയ് മാസം തീരേണ്ടതാണ്. അന്നാണ് ഒരു അപ്ഡേറ്റും അവർ പ്ലാൻ ചെയ്തത്. എന്നാൽ എന്തൊക്കെയോ പ്രശ്നമല്ല, കുറച്ചും കൂടി ഡേറ്റ് നീണ്ടി പോകേണ്ട അവസ്ഥ വന്നു. ഇപ്പോൾ ജൂൺ ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വെറും 2 മാസം വെച്ചാണോ ചെയ്യുന്നതെന്ന് ഡൗട്ട് നിങ്ങൾക്കുണ്ടാകാം. ശരിക്കും ഇന്ന് ഷൂട്ടിംഗ് ഇടയിൽ തന്നെയാണ് എല്ലാ വർക്കും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. VFX പറഞ്ഞത് നേരത്തെ തുടങ്ങിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്തായാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ഷൂട്ടിംഗ് വ്രാപ്പിംഗ് നേരത്തെ നമുക്ക് അപ്ഡേറ്റ് ആയി പുറത്തു വിടാൻ അവർ തീരുമാനിച്ചത് ഗോട്ട് മൂവിയുടെ ഷൂട്ടിംഗ് ബ്ലോപ്പേഴ്സ് വീഡിയോ ആണ്. ഒരു ഫുൾ ഓൺ കോമഡി ബ്ലോപ്പേഴ്സ് വീഡിയോ. എന്നാൽ അത് വൻ ഡിലേ ആയതുകൊണ്ട് ഇനി വരുന്ന അപ്ഡേറ്റ് പെരുമണിയിൽ ആ അപ്ഡേറ്റ് കൂടെ അതിൻ്റെ ഒപ്പം പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ബ്ലോപ്പേഴ്സ് വീഡിയോ ഒന്നും അധികം വലിയ പടങ്ങളിലൊന്നും കാണൽ കുറവാണ്. ഇതൊരു വെങ്കട് പ്രഭു ടച്ച് ഉള്ളതുകൊണ്ടാകും ഈ പരിപാടികൾ നടത്തുന്നത്. അടുത്തത് നമ്മളെല്ലാവരും ഗോട്ട് മൂവിൽ എക്സ്പെക്ട് ചെയ്യുന്നത് DH ക്യാരക്ടർ വിജയുടെ പാസ്റ്റ് ആയിട്ടും വയസ്സൻ ക്യാരക്ടർ വിജയുടെ ഫ്യൂച്ചർ ക്യാരക്ടറുമായിട്ടാണ്. അത് ഒരുപാട് തവണ റൂമർ സ്പ്രെഡായ ഒരു കാര്യമാണ്. എന്നാൽ ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന റൂമർ ഇപ്പോൾ ട്രെൻഡാകുന്നു. മാസങ്ങൾക്ക് മുന്നേ വന്ന റൂമറാണ്. എല്ലാവരും കാര്യമാക്കാതെ ഇരുന്ന റൂമറായിരുന്നു. പക്ഷേ ഈ ഷൂട്ടിംഗ് അവസാനിക്കുന്ന നേരത്ത് ഈ കാര്യം വന്നതുകൊണ്ട് തന്നെ വലിയൊരു ഡൗട്ട് അടിപ്പിക്കുന്ന കാര്യമായി പോയി. കൂടാതെ ഇത് സ്ട്രോങ് ആയി പോകുന്ന റൂമറും കൂടി ആയിട്ടുണ്ട്. എന്താ കാര്യം വെച്ചാൽ ഇതിൽ സൈഫൈ ടൈം ബേസ്ഡ് കണ്ടന്റ് ഉണ്ടെങ്കിലും ഈ യങ് ക്യാരക്ടറും ആ വയസ്സൻ ക്യാരക്ടറും അച്ഛനും മകനുമാണ്. ഒരേ കാലഘട്ടത്തിലുള്ള അച്ഛനും മകനുമാണ്. ഇത് റൂമർ ന്യൂസ് ഇപ്പോൾ ഭയങ്കര സ്പ്രെഡായി പോകുന്നുണ്ട്. ഈ നേരത്ത് റൂമർ വന്നതുകൊണ്ട് ഇത് സത്യമാകാൻ ചാൻസും ഉണ്ട്. എന്തായാലും 50-50 മൈൻഡ് സെറ്റ് ചെയ്താൽ മതി. ഒരു ഫാദർ ആൻഡ് സണ്ണ് ഫൈറ്റ് ആകുമ്പോൾ പടമെന്നും തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണാൻ ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ ഒക്കെ ഇടുക. സൈഡിൽ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ ഒക്കെ കൊള്ളായിരുന്നു. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.